CPM കുട്ടനാട് ഏരിയ സമ്മേളനത്തിന് രാമങ്കരിയിൽ തുടക്കമായി. വ്യാഴാഴ്ച ക്രിസ് ഓഡിറ്റോറിയത്തിൽ PK കമലാസൻ നഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9:30 രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം K. മോഹൻലാൽ പതാക ഉയർത്തി. PK വേണുഗോപാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. 10:30 ആരംഭിച്ച പ്രതിനിധി സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയുടെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ തുക നീക്കിവെക്കുന്നത് ആയുധ നിർമ്മാണമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാക്കണം. ആ ആയുധങ്ങൾ വിറ്റാൽ മാത്രമേ അവരുടെ സമ്പദ്ഘടനയെ പിടിച്ചെടുത്താൻ കഴിയൂ. അപ്പോൾ ആയുധം വിറ്റ് സമ്പദ്ഘടന നടത്തുക എന്ന രൂപത്തിൽ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനം ആ രാജ്യം സ്വീകരിക്കുന്ന ഫലമായതാണ്. ആയുധം വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആയുധം വിൽക്കണമെങ്കിൽ ഇത് വേണം, ലോകത്ത് യുദ്ധവും മറ്റു കാര്യങ്ങളും ഉണ്ടാകണം. സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ, PP ചിത്തരഞ്ജൻ MLA, നേതാക്കളായ KK അശോകൻ, G. ഉണ്ണികൃഷ്ണൻ, KR പ്രസന്നൻ, CP ബ്രീവൻ, NB വിൻസെന്റ്, KK ഷാജു, G. വേണുഗോപാൽ, MV പ്രിയ ടീച്ചർ, PV രാമഭദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് ഏരിയ സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന് സമീപം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം LDF സംസ്ഥാന കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആത്മകഥയുമായി ബന്ധപ്പെട്ട് EP ജയരാജനെ അവിശ്വസിക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. CPM കുട്ടനാട് ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ രാമങ്കരിയിൽ എത്തിയപ്പോഴായിരുന്നു EP വിഷയത്തിൽ സജി ചെറിയാന്റെ പ്രതികരണം. കേരളത്തിൽ CPMനെയും ഇടതുപക്ഷത്തെയും തകർക്കുക എന്ന അജണ്ടയാണ് വലതുപക്ഷ മാധ്യമങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്നലെ അവിടെ വയനാട്ടിലും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടന്നു. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട കേരളത്തിൽ CPMനെ ഇടതുപക്ഷത്തിൽ തകർക്കണം, ഇല്ലാതാക്കണം. നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്യൂസും കിട്ടിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ UDF വിരുദ്ധമായ രാഷ്ട്രീയമാണ് അവിടെ കൈകാര്യം. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ചേലക്കര ജയിക്കാൻ പോകുന്നു. വയനാടിനെ പറ്റി ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ചേലക്കരയിൽ വലിയ ഭൂരിപക്ഷം ഞങ്ങൾ ജയിക്കാൻ പോകുന്നൊരു മണ്ഡലത്തിൽ രാധാകൃഷ്ണനേക്കാൾ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതിയിലേക്ക് പ്രവർത്തനം മാറിയപ്പോൾ എങ്ങനെയും ഞങ്ങൾ തോൽപ്പിക്കണം. അതിന് ബഹുമാനായ EPയെ ആ മനുഷ്യൻ പുസ്തകം എഴുതി ഗവൺമെൻറ്റിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഗവൺമെൻറ്റെല്ലാം പരാജയമാണെന്ന് പറയുന്നു. ഇങ്ങനെ അനാവശ്യമായ ഒരു ക്യാമ്പയിൻ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പരാമർശിക്കുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പരാമർശിക്കുന്ന എന്തിനാ? 20-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട്ട് സ്ഥാനാർത്ഥി മികച്ച തരത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇടതുപക്ഷം തോറ്റ് തുന്നം പാടണം. ആ കാലം മാറി. ഞങ്ങളവിടെ ജയിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് വളർന്നു വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്നലെ സംഘടിതമായിട്ടുണ്ടാക്കിയൊരു ഗൂഢാലോചനയാണ്. 2018 താൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കെവിൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് സമാനമായ ദുരനുഭവം തനിക്ക് നേരിട്ടതായി സജി ചെറിയാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഓരോ തവണയും വലതുപക്ഷ മാധ്യമങ്ങൾ കള്ളപ്രചാരണങ്ങൾ നടത്തുകയാണ്. എല്ലാ സന്ദർഭത്തിലും പാർട്ടിയോടൊപ്പം നിന്ന ആളാണ് EP ജയരാജൻ. ഇടതുപക്ഷ സർക്കാർ ദുർബലമാണെന്ന് പറയുന്നത് മാധ്യമങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. LDF സർക്കാർ ദുർബലമാണെന്ന് നിങ്ങളല്ലേ പറയുന്നത്? LDF സർക്കാർ ദുർബലമാണെന്ന് EP പറഞ്ഞില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എവിടെയാണ് ദുർബലം കേരളത്തിൽ? പറയാത്ത കാര്യം എന്തിനാണ് പറയുന്നത്? ഞങ്ങൾ മികച്ച പ്രവർത്തനം നടത്തുകയല്ലേ. ഇനി എങ്ങനെ പ്രവർത്തിക്കേണ്ടത്? പുസ്തകത്തിൽ പറഞ്ഞ് നിങ്ങളാരും കണ്ടോ? നിങ്ങൾ ആരെങ്കിലും EP പുസ്തകം കണ്ടോ? EP പറയുന്നത് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല, ഞാനങ്ങനെ എഴുതിയിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കട്ടെ, ഉണ്ടെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കട്ടെ. EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. രാമങ്കരിയിൽ CPIM കുട്ടനാട് ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മന്ത്രി. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന കാലം പൂർത്തിയായാൽ ഉടൻ എരുമേലിയിലെ ഭവന നിർമ്മാണ ബോർഡിന്റെ സ്ഥലത്ത് കൺവെൻഷൻ സെന്റർ അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയ ഡിവോഷണൽ ഹബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി K. രാജൻ. എരുമേലി ചെറിയമ്പലത്തിന് സമീപം ശബരിമല കാല തീർത്ഥാടന വാഹന പാർക്കിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഇരുവശത്തേക്കുമുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനായി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്തത്. ആദ്യഘട്ടം ഇപ്പോൾ ഏതാണ്ട് ക്ലിയറായി. 2ാം ഘട്ടത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭക്ഷണശാലകളും റിഫ്രഷ്മെന്റ് സെന്ററും ടോയ്ലറ്റ്, പെർമനന്റ് ആയിട്ടുള്ള ടോയ്ലറ്റും കഫറ്റേരിയയും നമുക്ക്
വസ്ത്രങ്ങളും ബാഗുകളും ഒക്കെ പൂട്ടിവെക്കണമെങ്കിൽ കഴിയാവുന്ന ലോക്ക് റൂമും അതൊക്കെ ക്ലോക്ക് റൂമും അതൊക്കെ അടക്കമുള്ള സംവിധാനങ്ങളാണ്. മൂന്നാം ഘട്ടത്തിൽ ഗസ്റ്റ് ഹൗസും കോട്ടേജുകളും ഡോർമെട്രിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. ബസ്സിൽ മാത്രം പാർക്കിംഗ് ആയാൽ ഇത് ഒരു വേണ്ടത്ര ഉപകാരത്തിന് ഉപയോഗിക്കപ്പെടില്ല. നേരെ മറിച്ച് ഒരു ഓഡിറ്റോറിയവും താമസ കേന്ദ്രവും ഒക്കെ വന്നാൽ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം പൊതുപരിപാടികളും വിവാഹങ്ങളും ഒക്കെ നടക്കാവുന്ന ഒരു കേന്ദ്രം കൂടിയായി, ഒരു കൺവെൻഷൻ സെന്റർ കൂടിയായിട്ട് ഇത് മാറ്റാൻ പറ്റിയാൽ അതൊരു വലിയ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമാകും. അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഉടമസ്ഥതയിൽ എരുമേലി ചെറിയമ്പലത്തിന് സമീപമുള്ള 6.5 ഏക്കർ സ്ഥലത്തിന്റെ പകുതി സ്ഥലത്താണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. എരുമേലിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഡിവോഷണൽ ഹബ്ബ് നടപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ ഭവന നിർമ്മാണ ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ട്. 3 ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ പ്രാരംഭഘട്ടമായാണ് മിതമായ നിരക്കിൽ വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നത്. താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 2ാം ഘട്ടത്തിൽ ഭക്ഷണശാലകൾ, റിഫ്രഷ്മെന്റ് സെന്റർ, കഫറ്റേരിയ, ടോയ്ലറ്റ് എന്നിവയും, 3ാം ഘട്ടത്തിൽ ഗസ്റ്റ് ഹൗസ്, കോട്ടേജുകൾ, ഡോർമെട്രി, അനുബന്ധ കെട്ടിടങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ TV ബാലൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ജില്ലാതല ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടികൾ വർണ്ണാഭമായി. തൃക്കൊടുത്താനം സെന്റ് സേവിയേഴ്സ് ഫൊറോന പള്ളി ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. രണ്ടാം ക്ലാസുകളുടെ പ്രധാനമന്ത്രിയായി ഇവിടെ സ്പീക്കറായി വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണ ബലൂണുകളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയായിരുന്നു ശിശുദിന റാലി. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷയും ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറിയുമായ കൃഷ്ണകുമാരി രാജശേഖരൻ ആമുഖ പ്രഭാഷണം നടത്തി. കുട്ടികളുടെ പ്രധാനമന്ത്രിയായി ദുവാ മറിയം സലാമും സ്പീക്കറായി റിനു നിസ് മാർട്ടിനും വേഷമിട്ടു. സമ്മേളനം കുട്ടികളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ കുട്ടികളായ നാം ഈ നവംബർ 14-ന് ശിശുദിനം ആഘോഷിക്കുമ്പോൾ അങ്ങ് ഉക്രൈനിലും ഗാസയിലുമൊക്കെ സ്വന്തം മാതാപിതാക്കളെയും കൂട്ടുകാരെയും ഒക്കെ നഷ്ടപ്പെട്ട് കരയേണ്ടി വരുന്ന നമ്മുടെ കൂട്ടുകാരെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ഉറക്കെ ചോദിച്ച ഗെറ്റാ തംബ്രിനെ പോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എതിർത്തളഞ്ഞ തീവ്രവാദികളോട് ഞാൻ ഇനിയും പഠിക്കാൻ പോകുമെന്ന് ഉറക്കെ പറഞ്ഞ മലാലെ പോലെ യുദ്ധക്കോതിയന്മാരോട് നമുക്കും പറയാൻ സാധിക്കണം. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. അതാവട്ടെ നമ്മുടെ ഈ ശിശുദിനത്തിന്റെ തീരുമാനം. ലോകത്ത് സമാധാനമില്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും മാഞ്ഞുപോകുകയും അത് ചാരമായി മാറുകയും ചെയ്യും. യോഗത്തിൽ നിഖേത് മനോജ് എന്ന വിദ്യാർത്ഥിയായിരുന്നു അധ്യക്ഷൻ. തൃക്കൊടുത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുവർണകുമാരി ശിശുദിന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത് സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതി ട്രഷറർ B ശശികുമാർ, ജോയിന്റ് സെക്രട്ടറി ബോസ്, വൈസ് പ്രസിഡന്റ് അനന്തപത്മനാഭ റെഡ്ഡിയാർ, ഫ്ലോറി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വർണ്ണോത്സവം 2024 മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെയും തൃക്കൊടുത്താനം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മുനമ്പത്തെ സാധാരണക്കാർക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്താൻ ജനപ്രതിനിധികൾ തയ്യാറായില്ലെങ്കിൽ BJP അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ നിർബന്ധിതമാകുമെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സുമിത് ജോർജ്. പകപ് നിയമ ഭേദഗതി ഒരു മതത്തിനും എതിരല്ലെന്നും ജനാധിപത്യപരമായ പരിഷ്കൃത സമൂഹത്തിനു വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ചങ്ങനാശ്ശേരി ടൗൺ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുമൂല ജംഗ്ഷനിൽ സംഘടിപ്പിച്ച മുനമ്പം ഐക്യദാർഢ്യ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമിത് ജോർജ്. അവിടുത്തെ MP ഉണ്ട്, അവിടുത്തെ MLA ഉണ്ട്, അവരൊന്നും BJPക്കാരല്ലോ. ഇവരാരും ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയതായി നമ്മളൊന്നും വാർത്താമാധ്യമങ്ങൾ കൂടി കണ്ടില്ല. അവർ സാധാരണക്കാരനായ ഒരു വിഷയം, പാവപ്പെട്ടവന്റെ വിഷയം, അവന്റെ കിടപ്പാടം നഷ്ടപ്പെടുന്ന വിഷയം, അവന് കരമടയ്ക്കുവാൻ പോലും സാധിക്കാത്ത വിഷയം, അവിടെ തലമുറകളായി താമസിക്കുന്നവന് സ്വന്തം വീടിന്റെ കരമടയ്ക്കുവാനാവാത്തതായി വന്നപ്പോ ആ വിഷയം എന്താണെന്ന് പരിശോധിക്കുകയും അതിന്
പിന്തുണ കൊടുക്കുകയും ചെയ്ത ഒരു ജനാധിപത്യ സംവിധാനത്തിനെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുമായിരുന്നില്ലേ ഇത്? പക്ഷെ നിങ്ങൾ ചെയ്തു. എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്തത് ഈ നിയമസഭയിൽ നിങ്ങൾ ഇടതിനും വലതിനും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പാവപ്പെട്ടവന്റെ സ്ഥലം നഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഈ കേരളത്തിൽ 35,000 ഏക്കറോളം ഭൂമി വഖഫ് ക്ലെയിം ചെയ്തിരിക്കുന്ന ലാൻഡുകൾ അവർക്ക് കൊടുക്കണമെന്ന് ഏകപക്ഷീയമായി അതിനുവേണ്ടി ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി രണ്ട് കക്ഷികളും ഒരുമിച്ച് കൈയടിച്ച് പാസ്സാക്കിയവരാണ് നിങ്ങൾ. യോഗത്തിൽ പ്രസിഡന്റ് വിഷ്ണുദാസ് അധ്യക്ഷനായിരുന്നു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജഗോപാൽ, ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത്, ജനറൽ സെക്രട്ടറി MP രവി, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സാജൻ കുരിശിങ്കൽ, മണ്ഡലം ഭാരവാഹികളായ കല അനിൽകുമാർ, രാജേശ്വരി പൈ, ഗിരിജ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി വണ്ടിപ്പേട്ട മുതൽ പാറാൽ കുമരങ്കരി വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. വാഴപ്പള്ളി പഞ്ചായത്ത് കോൺഗ്രസ് 21-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉപവാസ സമരം. വണ്ടിപ്പേട്ട മുതൽ കുമരങ്കരി 1-ാം പാലം വരെ 3.5 കിലോമീറ്റർ റോഡ് ആധുനിക നിലവാരത്തിൽ ടാർ ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം നടത്തി 2 വർഷം കഴിഞ്ഞിട്ടും പണികൾ തുടങ്ങിയിട്ടില്ല. ഇതിനിടെ റോഡിലെ വലിയ കുഴികളിൽ കരിങ്കൽ ചൂളയിലെ മക്ക് കൊണ്ടിറക്കി കുഴി അടച്ചതാണ് ഏക ആശ്വാസം. പക്ഷേ ഇപ്പോൾ ഇത് ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും തെന്നിമറിയുന്നതിന് കാരണമാവുകയാണെന്ന് പരാതിയുണ്ട്. റോഡിനിരുവശത്ത് ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത് മാലിന്യം കൊണ്ടിടുന്നതും വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എതിരെ പ്രദേശവാസികൾ 1 മാസം മുമ്പ് സംഘടിച്ച് പ്രതിഷേധ ജാഥ നടത്തിയിരുന്നു. എന്നാൽ റോഡിന്റെ പുനരുദ്ധാരണ പണികൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ജനകീയ സമരങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനയിലാണ് പ്രദേശവാസികൾ. 1984 പോലും രൂപം കൊണ്ടൊരു ഈ റോഡിനടക്കം അന്ന് നമ്മുടെ പറയാൻ ഏറ്റവും ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം അങ്ങനെ ഒരു വികസനം ഉണ്ടാകും നമുക്കൊരു കണക്കൂട്ടില്ലായിരുന്നു. പറയാളെ വികസനാത്മക റോഡ് വന്ന 1984 രൂപം കൊണ്ടു. അതിനുശേഷം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ സ്ഥലമാണ്. കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു പ്രധാന സ്ഥലം. ആ റോഡിന് ഇവിടെ ഇപ്പം തന്നെ ഏകദേശം 2-2.5 വർഷക്കാലമായിട്ട് ഈ പറയാലിലേക്കുള്ള റോഡിൻ്റെ ഏകദേശം വണ്ടിപ്പേട്ട മുതൽ പറയാൽ കുമരങ്കേരി ഭാഗത്തേക്കുള്ള ഈ 3.5 കിലോമീറ്റർ റോഡ് താറുമാറായി കിടന്നിട്ട് അധികാരികളാരും കണ്ടു തുറക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ PW ഓഫീസിൽ പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു അത് MLA ഫണ്ടിൽ നിന്നും ഫണ്ടുള്ളത് കൊണ്ട് PWക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഈ പ്രതികരിച്ച് പല പ്രാവശ്യമായിട്ടുകൾ പ്രതികരിച്ച് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 1280 പേരോളം ഒരു പ്രകടനം നടത്തി മാർക്കറ്റിൽ പോയി ഞങ്ങൾ അതൊരു പ്രകടനം ശക്തമാക്കി കാണിച്ചിട്ടും സ്വല്പം മണ്ണ് ഇതിനെ കൊണ്ടൊന്ന് പൂച്ചിട്ട് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഞങ്ങൾ നോട്ടീസ് അടിച്ചിറക്കി ഇനിയും ഉപവാസ സമരം നടത്തും എന്നും പറഞ്ഞ് ഞങ്ങൾ നോട്ടീസ് അടിച്ചിറക്കിയപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ കൊണ്ട് മണ്ണ് പൂച്ചു. അതിപ്പോൾ ഈ മണ്ണ് പൂച്ച് ശരിയല്ല. സമരത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ വെള്ളിയാഴ്ച രാവിലെ 9-ന് പറൽ സെൻറ് ആൻ്റണീസ് പള്ളിക്ക് സമീപം കോൺഗ്രസ് നേതാക്കളായ മണി വാസൻ തോപ്പിൽ, വാർഡ് മെമ്പർ കൂടിയായ പുഷ്പവല്ലി വാസപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം ആരംഭിക്കും. ഉപവാസ സമരം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5-ന് ചേരുന്ന സമാപന സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം ഡോക്ടർ അജീസ് ബെൻ മാത്യു ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് PS രഘുറാം, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിജയ ലാലി, UDF നിയോജക മണ്ഡലം കൺവീനർ മാത്തുക്കുട്ടി പ്ലാഥാനം, DCC സെക്രട്ടറി PH നാസർ തുടങ്ങിയവർ സംസാരിക്കും. കോൺഗ്രസ് മങ്കമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 135-ാം ജന്മദിനം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിൽ നിന്നുള്ള അഗ്നിഹോത്രി ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച മോട്ടിലാൽ നെഹ്റു എന്ന രാജാവിനേക്കാളും ചക്രവർത്തിയേക്കാളും സ്വത്തുള്ള ഒരു വലിയ ആളിൻ്റെ മകനായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ച നെഹ്റു ഈ രാജ്യത്ത് സാധാരണക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മളെ ഞെക്കിപ്പിഴിയുന്ന ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും ആട്ടിപ്പായിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി 1947 മുൻപ്, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സമരരംഗത്തിറങ്ങിയ വലിയ മനുഷ്യനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ മനോജ് അധ്യക്ഷത വഹിച്ചു. 11-ാം വാർഡ് മെമ്പർ ജോസഫ് മാമ്പൂത്ര മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോളി ജോസഫ്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കണ്ണപ്പൻ കണിയാമ്പറമ്പ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജോ P ജോസഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജോ മാത്യു, കോൺഗ്രസ് 11-ാം വാർഡ് പ്രസിഡന്റ് അപ്പച്ചൻ മാളയ്ക്കെ മഠം തുടങ്ങിയവർ സംസാരിച്ചു. കരുമാടി കളത്തിൽ പാലം 116-ാം നമ്പർ അങ്കണവാടിയിൽ വേറിട്ട രീതിയിൽ ശിശുദിനാഘോഷം നടന്നു.
വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച ശിശുദിന റാലി പഞ്ചായത്ത് അംഗം മഞ്ജു വിജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏതാനും ദിവസം മുമ്പ് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും അമ്മമാർക്കുമായി മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സമ്മേളനം തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം കുട്ടികളെയും പൂക്കളെയും അദ്ദേഹത്തിന് ഏറ്റവും എന്നും കൃത്യമായ ഒരു അനുഭവമായിട്ടാണ് കണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 29 കോടിയോളം കുട്ടികളാണുള്ളത്. ആ കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ചടങ്ങിൽ കരുമാടി മോഹനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ഷിബു സമ്മാനദാനം നിർവഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മദൻലാൽ, പഞ്ചായത്ത് അംഗം വീണ ശ്രീകുമാർ, ഡോക്ടർ ജയേഷ് കുമാർ PD, അങ്കണവാടി വർക്കർ സൽമ ദേശായി തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 15 മുതൽ 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് മുന്നോടിയായി ദീപശിഖ റാലി നടത്തി. മങ്കമ്പിൽ നിന്നുമുള്ള റാലിക്ക് ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മഗൃഹത്തിൽ നിന്നുമാണ് തുടക്കം കുറിച്ചത്. വ്യാഴാഴ്ച രാവിലെ മങ്കൊമ്പിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ദീപശിഖ റാലി ഉദ്ഘാടനം ചെയ്തു. ഹരിത വിപ്ലവത്തിലൂടെ നമ്മുടെ രാജ്യത്ത് വിശപ്പില്ലാതാക്കി വിശപ്പ് രഹിതമാക്കി മനുഷ്യനെ മാറ്റാൻ വേണ്ടി പ്രയത്നിച്ച MS സ്വാമിനാഥന്റെ വീട്ടുമുറ്റത്താണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അക്കാലത്ത് രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 3 വ്യക്തികളുടെ പേര് പറഞ്ഞപ്പോൾ അത് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും അതേപോലെ MS സ്വാമിനാഥനുമായിരുന്നു. ഹരിത വിപ്ലവത്തിലൂടെ നാടിൻ്റെ വിശപ്പകറ്റാൻ ശ്രമിച്ച MS സ്വാമിനാഥൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് ദീപശിഖ തെളിയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ കാർഷിക മേഖലയാണ്, കർഷകരാണ് നമ്മളെല്ലാവരെയും ഇതുപോലെ നിൽക്കാനും സംസാരിക്കാനും ജീവിക്കാനും നമ്മളെ ആ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും ഒക്കെ നമ്മുടെ കർഷകരാണ് നമുക്ക് സ്വാധീനം ചെലുത്തുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുമ്പോൾ ആ ജവാന് പോലും ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ കർഷകരാണ്. ഉദ്ഘാടന യോഗത്തിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. കുട്ടനാട് DEO PM ബാലകൃഷ്ണൻ ദീപശിഖ കൈമാറി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രീതി സജി, പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ജോസഫ്, തലവടി AEO K സന്തോഷ്, കുട്ടനാട് HM ഫോറം പ്രകാശ് J തോമസ്, MS സ്വാമിനാഥൻ കുടുംബാംഗം MJ പരമേശ്വരൻ, മങ്കൊമ്പ് AEO L അനുപമ, വെളിയനാട് AEO S ദീപ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി റാലി മുനിസിപ്പൽ ശതാബ്ദി മന്ദിരത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദീപശിഖ റാലി ഘോഷയാത്രയായി പ്രധാന വേദിയായ ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിൽ സമാപിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരിക്കാനുള്ള പദ്ധതികളുമായി കുട്ടികൾ ഒത്തുചേർന്ന ഗ്രാമപഞ്ചായത്ത് ഹരിതസഭ ശ്രദ്ധേയമായി. മുട്ടാർ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭയിലാണ് വിവിധ പദ്ധതികളുമായി കുട്ടികൾ ഒത്തുചേർന്നത്. മുട്ടാർ സെൻട്രൽ റോഡ് മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരിക്കുന്നതിനും പൊതുചടങ്ങുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ വാഴയില സംരംഭം കൂടുതൽ വ്യാപകവും ലാഭകരവുമാക്കാനുള്ള പദ്ധതികളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. സ്വന്തം സ്കൂളിൽ താൽക്കാലികമായി സ്വയം ഒരുക്കിയ സോക്ക് പിറ്റിന്റെ പ്രൊജക്റ്റുമായി എത്തിയ മിത്രക്കരി ഈസ്റ്റ് LP സ്കൂളിലെ കുട്ടികളും സ്കൂൾ കുട്ടികളുടെ ഹരിതകർമ്മസേന രൂപീകരിച്ച് പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രൊജക്റ്റുമായി എത്തിയ മിത്രക്കരി വെസ്റ്റ് LP സ്കൂളിലെ കുട്ടികളും സദസ്സിന്റെ കയ്യടി നേടി. ഹരിത വിദ്യാലയം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു മുട്ടാർ ഗവൺമെന്റ് UPSന്റെ പ്രൊജക്ട്. അമല ഇംഗ്ലീഷ് മീഡിയം LPS, സെന്റ് ജോർജ് LPS എന്നിവിടങ്ങളിലെ കുട്ടികൾ ശുചിത്വ പാട്ടും പ്രസംഗവും അവതരിപ്പിച്ചു. ഈ പ്രൊജക്റ്റിലെ ആശയങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ വലിയ തോതിലുള്ള പ്രചാരങ്ങൾ സംഘടിപ്പിക്കുകയും വേണം. വിവിധതരം ബിന്നുകളുടെ സ്ഥാപിക്കൽ,
റോഡിന്റെ ഇരുവശങ്ങളുമായി മാലിന്യങ്ങൾ അധികമായി കണ്ടുവരുന്ന സ്ഥലങ്ങളും കടകളും കേന്ദ്രീകരിച്ച് ബോട്ടിൽ ബൂത്തുകൾ, വേസ്റ്റ് ബിന്നുകൾ എന്നിവ സ്ഥാപിക്കണം. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരമ്യ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മെർലിൻ ബൈജു താൽക്കാലിക അധ്യക്ഷയായി. തുടർന്ന് അനഘ മെറിൻ ഷാജി, അനീറ്റ സിബിച്ചൻ, ഗിഫ്റ്റി മറിയ ജോസ്, ബ്ലസ്സി സന്തോഷ്, ജൂഡ് വർഗീസ് എന്നിവരടങ്ങുന്ന കുട്ടികളുടെ പ്രസീഡിയം പരിപാടി നിയന്ത്രിച്ചു. വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പഠന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് മാമ്മൂട്, IRTC കോർഡിനേറ്റർ PV വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥ തസ്നി എന്നിവർ കുട്ടികളുടെ പ്രൊജക്ട് വിലയിരുത്തി സംസാരിച്ചു. കാലം മാറി, കഥ മാറി. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തെ കുട്ടനാട്ടിലെ കർഷകർ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തു തുടങ്ങി. വിത്തെറിയാനും വളമിടാനുമൊക്കെ പാടശേഖരങ്ങൾക്ക് മേൽ ട്രോളുകളാണ് ഇപ്പോൾ പാറിപ്പറക്കുന്നത്. പുളുങ്ങുന്ന കൃഷിഭവൻ പരിധിയിലെ ആലപ്പാത്തടി മാടാമ്പക്ക പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക്. വളമിടാനും കളനാശിനികൾ പ്രയോഗിക്കാനും കുട്ടനാട്ടിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് പുറമെയാണ് വിതയ്ക്കായും കർഷകർ ഡ്രോണുകളെ ആശ്രയിച്ചു തുടങ്ങിയത്. കുട്ടനാട്ടിൽ കഴിഞ്ഞ സീസണിൽ ഡ്രോൺ ഉപയോഗിച്ച് വിതച്ച ചമ്പക്കുളം കൃഷിഭവൻ പരിധിയിലെ ചെമ്പടി ചക്കങ്കരി പാടശേഖരം കൊയ്ത്തിന് പാകമായി. ഇത്തവണത്തെ പുഞ്ചകൃഷിക്ക് പുളിങ്ങുന്ന് കൃഷിഭവൻ പരിധിയിലെ ആലപ്പാത്തടി മാടാമ്പാക്ക പാടശേഖരത്തിലാണ് കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം ഡ്രോണുകൾ എത്തിച്ചത്. 65 ഏക്കറുള്ള പാടശേഖരത്തിൽ 25ഓളം ഏക്കറിൽ ഡ്രോൺ ഉപയോഗിച്ചാണ് വിത. പുത്തൻ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ ജയലക്ഷ്മി പറയുന്നു. കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ കർഷകരെ ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചുള്ള വിത്ത് വിത പരിചയപ്പെടുത്തുന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ന് ഈ പാടശേഖരത്തിൽ എത്തിയിട്ടുള്ളത്. യന്ത്രവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം പുത്തൻ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമുക്ക് കൃഷി ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയും വളരെ നല്ല രീതിയിൽ ഉൽപാദനം ഉണ്ടാകുക എന്നുള്ള ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് മുൻപോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ പല പാടശേഖരങ്ങളും നമ്മളിത് പരീക്ഷിക്കുകയാണ്. കുട്ടനാടിലും നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആലപ്പാത്തടി മാടാമ്പാക്ക പാടശേഖരത്തിലെ കർഷകനാണ് സോജൻ വർഗീസ്. കാർഷിക രംഗത്തെ പുതുമകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുള്ള സോജന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഡ്രോൺ എത്തിച്ചത്. കഴിഞ്ഞ 14 വർഷമായി ഡ്രം സീഡർ ഉപയോഗിച്ച് വിത്ത് വിതയ്ക്കുന്ന ഇദ്ദേഹത്തിന്റെ പാടത്ത് ഇത്തവണ 3 തരത്തിലാണ് പരീക്ഷണം. ഞാൻ പരീക്ഷണത്തിലൂടെ വിജയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഡ്രം സീഡർ കൊണ്ടാണ് ഞാൻ 14 വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. 50 ഏക്കറോളം ഞാൻ ഡ്രം സീഡർ കൊണ്ടാണ് 12 കിലോ കൊണ്ടാണ് ഞാൻ വിതച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ഒരു പുതിയൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ കൊണ്ട് ഇവർ പറഞ്ഞ് നമ്മുടെ കുമരകം KVK പറഞ്ഞ് 30 കിലോയാണ് വീടെന്ന് പറഞ്ഞു ഒരു ഏക്കർ. ഞാൻ പറഞ്ഞു ഈ 30 കിലോ വേണ്ട 20 കിലോ എനിക്ക് വിതച്ചു തന്നാൽ മതി. 20 കിലോയാണ് എൻ്റെ ഈ 2.5 ഏക്കറിനകത്ത് ഒരു ഏക്കറിൽ 20 കിലോ വെച്ചാണ് ഞാൻ വിതച്ചിരിക്കുന്നത്. 50 കിലോ വിത്താണ് 2.5 ഏക്കർ ഞാൻ വിതച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ 3 രീതിയിലാണ് ഇത്തവണ കൃഷി ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഈ ഡ്രോൺ കൊണ്ടുള്ള വിത, ഒന്ന് മറ്റത് ഡ്രം സീഡർ, ഒന്ന് കൈകൊണ്ട്. ഇതിന്റെ 3ന്റെയും കൂടെ വ്യത്യാസം നമുക്കൊന്ന് വിലയിരുത്തിയിട്ട് ഏതാ ഉചിതം അത് സെലക്ട് ചെയ്യാനുള്ള പ്ലാനാണ്. 10 കിലോ വിത്ത് വഹിക്കാൻ ശേഷിയുള്ളതാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ ഡ്രോണുകൾ. ഒരേക്കർ പാടം കൈകൊണ്ട് വിതയ്ക്കാൻ 2 മണിക്കൂറിലധികം വേണ്ടിടത്ത് ഡ്രോൺ ഉപയോഗിച്ചാൽ വേണ്ടത് 6 മുതൽ 8 മിനിറ്റ് വരെ. വിത്ത് നിറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്താൽ പരമാവധി 20 മിനിറ്റ് സമയം. ഒരേക്കറിന് 20 കിലോ മുതൽ 30 കിലോ വരെ വിത്ത് മതിയാകും. നിരയായി വിതയ്ക്കാമെന്ന് മാത്രമല്ല, ചവിട്ടേറ്റ് വിത്ത് താഴുന്നതും പുളി ഇളകുന്നതും ഒഴിവാക്കാമെന്ന മെച്ചവുമുണ്ട്. ചെലവാകട്ടെ നേർപകുതിയും. ഡ്രോൺ ഉപയോഗിച്ചുള്ള വിതയ്ക്ക് ഒരേക്കറിന് 500 രൂപയാണ് കൂലി. ഉമ, പൗർണമി വിത്തുകളാണ് ഈ പാടശേഖരത്തിൽ വിതയ്ക്കുന്നത്. ഡോക്ടർ ജയലക്ഷ്മിക്കൊപ്പം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ഡോക്ടർ ആശ വി പിള്ള, മാനുവൽ അലക്സ് എന്നിവരും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ച് വിതയ്ക്കുന്നത് ലാഭകരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നിരവധി പാടശേഖരങ്ങൾ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തെ സമീപിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. KSRTCയുടെ കുറഞ്ഞ ചെലവിലുള്ള ടൂറിസം പാക്കേജിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ടൂർ പ്രോഗ്രാമുകൾ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. വിവിധ സ്ഥലങ്ങളിലേക്ക് നടത്തിയ യാത്രകൾ ജനഹൃദയങ്ങൾ കീഴടക്കി പുതിയ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മൂന്നാറിലേക്കും പൊന്മുടിയിലേക്കുമൊക്കെ ആനവണ്ടിയിൽ ഉല്ലാസയാത്ര പോയവർ ആ അനുഭവങ്ങൾ പറഞ്ഞിട്ടും തീരുന്നില്ല.
കുറഞ്ഞ ചെലവിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും യാത്രക്കാർക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഉല്ലാസയാത്രകളൊക്കെ ഹിറ്റാകുന്ന സാഹചര്യത്തിൽ യാത്രകൾ പുതിയ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് BTC കോട്ടയം ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് വേലിക്കകം KCB ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. അഞ്ചുവിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിലെ ആനവണ്ടി ഉല്ലാസയാത്ര വൻ ഹിറ്റായതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര വ്യാപിപ്പിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഈ ഉല്ലാസയാത്ര ഈ നാട്ടിലെ ജനങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ പോകുന്നതിനുള്ള സൗകര്യമാണ് KSRTC ഒരുക്കുന്നത്. കായലും കടലും കടന്ന് ആ യാത്ര വിപുലീകരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ KSRTCക്കൊപ്പം പ്രിയപ്പെട്ട ആനവണ്ടിക്കൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വിനോദയാത്രയ്ക്കൊപ്പം പ്രശസ്തമായ ആരാധനാലയങ്ങളിലേക്കും ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി ട്രിപ്പുകൾ നടത്തുന്നുണ്ട്. അതും പരമാവധി തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഈ ബഡ്ജറ്റ് ടൂറിസം എന്നുള്ളത് കേരളത്തിൽ കുറഞ്ഞ ചെലവിൽ യാത്രികർക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചരിക്കുവാനുള്ള അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് KSRTC ആരംഭിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ഈ നവംബർ 24-ന് മറയൂർ കാന്തല്ലൂർ ട്രിപ്പോടുകൂടി പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും യാത്രികർക്ക് ആനവണ്ടി യാത്രയുടെ നവ്യാനുഭവം അനുഭവിച്ചറിയാൻ നവംബർ ഡിസംബർ മാസങ്ങളിൽ കൂടുതൽ അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും മലക്കപ്പാറയിലേക്കും ചതുരംഗപ്പാറയിലേക്കും കാന്തല്ലൂർ, വട്ടവട, രാമക്കൽമേട്, മാമലക്കണ്ടം, മൂന്നാർ, ആഴിമല, കൃപാസനം, അഷ്ടമുടി, കുട്ടനാട് എന്നിവിടങ്ങളിലേക്കും ട്രിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബശ്രീകൾ, ആരാധനാലയങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ, ക്ലബ്ബുകൾ തുടങ്ങിയവർക്ക് 50 പേരടങ്ങുന്ന ഗ്രൂപ്പ് ബുക്കിങ്ങിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബുക്കിങ്ങിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തകഴി ചിറയകം ഗവൺമെന്റ് UP സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പുരാവസ്തു പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. കുട്ടികൾക്കും മുതിർന്നവർക്കും പഴയ വസ്തുക്കൾ സമ്മാനിച്ചത് പുതിയ കാഴ്ചകൾ. പുരാവസ്തു പ്രദർശനം തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബെൻസൺ ജോസഫ് അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് BG ഗിരീഷ്, MBTA പ്രസിഡന്റ് അഖില, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴയകാല ഉപകരണങ്ങൾ പരിചയപ്പെടാൻ കുട്ടികൾക്ക് ലഭിച്ച നല്ലൊരു അവസരമായിരുന്നു ഈ പ്രദർശനം. 4ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആസ്വാദ്യതയും പുതിയ അനുഭവമാണ് ഈ പ്രദർശനം പകർന്നു നൽകിയത്. പ്രധാന അധ്യാപകൻ സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. മലപ്പുറം കൊണ്ടോട്ടി മുത്തുപറമ്പ് തോട്ടശ്ശേരി വീട്ടിൽ 20 വയസ്സുള്ള മുഹമ്മദ് ഇർഫാനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാം വഴി ചെന്നിത്തല സ്വദേശിനിയായ പെൺകുട്ടിയെ പരിചയപ്പെട്ട ശേഷം ഇവരുടെ വീട്ടിലെത്തിയ പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പീഡന വിവരം കുട്ടിയിൽ നിന്നറിഞ്ഞ അധ്യാപകർ മാന്നാർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻസ്പെക്ടർ A. അനീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. SI അഭിരാം, ASI റിയാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാജിദ്, സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് എന്നിവരടങ്ങിയ പോലീസ് സംഘം മലപ്പുറത്തു നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6900 രൂപ, പവന് 55,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.